Hello everyone, welcome back to Xylem Learning. It's me Jamshad. You can call me JD. Describing question. നാളെയല്ല മറ്റന്നാള് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബിംഗ് എന്നുള്ളത്. കാരണം നമ്മുടെ ഓണത്തിന് നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആക്ച്വലി പുതിയ സിലബസ് ആണ്, അതുപോലെ തന്നെ പുതിയ ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബിംഗ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം, ഏത് രൂപത്തിൽ ചെയ്യണം, എന്താണ് അതിന്റെ ആൻസർ ചെയ്യേണ്ട ശൈലി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അത് വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. നമുക്ക് നോക്കിയാലോ. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് മക്കളെ ക്വസ്റ്റ്യൻ. ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഹറൂട്ടോ, എ ജാപ്പനീസ് ബോയ് ഇൻ സ്റ്റഡിങ് കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിലുള്ള ഒരു ക്ലാസ്മേറ്റ് ആണ് ഈ ചെക്കൻ. വാവ്, സൂപ്പർ. ഒരു കൊറിയൻ ടച്ച് ഉണ്ട് അല്ലേ? ഏതായാലും ടീച്ചർ ആസ്ക്ഡ് ഹിം ടു സേ സംതിങ് അബൌട്ട് ഹിം ഹോം കൺട്രി. അവന്റെ ഹോം കൺട്രിയെ പറ്റിയിട്ട്, ആക്ച്വലി അവൻ പഠിക്കുന്ന ജപ്പാനിലെ ആ ഒരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് അവനോട് പറഞ്ഞു ഹെൽപ്പ് ഇൻ റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അവന് പറയുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെ അറിയോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യത പവറാണ് ഗൈസ്. ഓക്കെ, യു മേ സ്റ്റാർട്ട് വിത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ. സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനാണ്. നിങ്ങൾക്ക് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മുടെ എവിടെയുണ്ട്? ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, എങ്ങനെ എഴുതാൻ നോക്കാം. ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ വിൽ ഹെൽപ്പ് യു. ഇവിടെ കുറെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അവന്റെ രാജ്യം ജപ്പാനാണ്, അവിടുത്തെ ക്യാപിറ്റൽ, അവിടുത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് ടോക്കിയോ ആണ്, അവിടുത്തെ കറൻസി യൂസ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഓഫ് മണിയുടെ ആ ഒരു രൂപം, ഓക്കെ, അതിന്റെ ഒരു കറൻസി എന്ന് പറയുന്നത് ജാപ്പനീസ് യെൻ ആണ്. നമ്മുടെ റുപ്പിയാണ്, ഇന്ത്യയിലെ റുപ്പീസ് ആണ്. അതുപോലെ തന്നെ ഒരു രാജ്യത്ത് ഓരോന്നാണല്ലോ, അമേരിക്കയിലൊക്കെ ഡോളർ അല്ലേ, അതുപോലെ. ലാംഗ്വേജ് ജാപ്പനീസ് ആണ്, നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദിയാണ്. ഇന്ത്യയിൽ ഹിന്ദി എന്ന് പറയാൻ പറ്റില്ലല്ലേ, കുറെ ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഏതായാലും ഫ്ലാഗ് വരുന്നത് വൈറ്റ് വിത്ത് റെഡ് സർക്കിൾ ഇൻ ദ സെന്റർ. വൈറ്റ് ഫ്ലാഗിൽ നടുവിൽ ഒരു റെഡ് സർക്കിൾ ഉണ്ട്. ദാറ്റ്സ് കോൾഡ് ജാപ്പനീസ് ഫ്ലാഗ്. ഏതായാലും ഫേമസ് കമ്പനീസ്, അവിടെയുള്ള ഫേമസ് കമ്പനി ടൊയോട്ടോ, സോണി, ടൊഷിബ, പനാസോണിക്, മിസ്തുബ്ഷി, ഹിറ്റാച്ചി പോലെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനികളെ പറ്റി പറഞ്ഞു. അവിടുത്തെ പോപ്പുലർ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് സൂഷി, റേമൻ, ടെമ്പുര, മിസോ സൂപ്പ് ആൻഡ് ഒനിഗിരി. ഓക്കെ, ഇങ്ങനത്തെ കിട്ടുന്ന സാധനങ്ങളാണ്. അവിടുത്തെ ഫേമസ് പ്ലേസസ് പറയുന്നത് മൗണ്ട് ഫിജി, ടോക്കിയോ, കൊയോട്ടോ, ഒസാക്ക, ഹിരോഷിമയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ടോക്കിയോ കേട്ടിട്ടുണ്ടായിരിക്കും, ഫിജി ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഏതായാലും നിങ്ങൾ ചിലപ്പോൾ ആൾക്കാർ പോയവരുണ്ടായിരിക്കും, നിങ്ങൾ കമന്റ് ചെയ്യാം. ഏതായാലും ഇതിന്റെ ആൻസർ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കിയോ. ഇതാണ് സപ്പോസ് ഒരു ആൻസർ. യെസ്, ഇതിന് എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് വേറൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്നുള്ളതിന്റെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാനുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഹലോ എവ്രിവൺ, മൈ നെയിം ഈസ് ഹറൂട്ടോ. നറൂട്ടോ അല്ല, ഹറൂട്ടോ. നറൂട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഐ കം ഫ്രം ജപ്പാൻ. ഞാൻ ജപ്പാനിൽ നിന്നാണ് വരുന്നത്. ദ ക്യാപിറ്റൽ ഓഫ് മൈ കൺട്രി ഈസ് ടോക്കിയോ. എന്റെ രാജ്യത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോക്കിയോ ആണ്. ഇവിടെ യൂസ് ചെയ്ത വേർഡ് നോക്കിക്കോ. എന്താ വേർഡ് യൂസ് ചെയ്ത്? ദ ക്യാപിറ്റൽ ഓഫ് മൈ കൺട്രി. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ ഐ കം ഫ്രം എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. എവിടെ? നമ്മുടെ കൺട്രി ആണോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് എവിടെയാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, our currency is the Japanese yen. Our currency, ഞങ്ങളുടെ കറൻസി എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. our currency, അത് മാത്രം ആഡ് ചെയ്യാൻ കുറച്ച് സാധനങ്ങളെ ആഡ് ചെയ്യാനുള്ളൂ. our currency is Japanese yen ആണ്. അതുപോലെ തന്നെ ലാംഗ്വേജ് വി സ്പീക്ക് ഇൻ ജാപ്പനീസ്. നമ്മൾ ദ ലാംഗ്വേജ് വി സ്പീക്ക്, ഇതാണ് നമുക്ക് കോമൺ ആയിട്ടുള്ള യൂസ് ചെയ്യേണ്ട സാധനം. ലാംഗ്വേജ് വി സ്പീക്ക് എന്നുള്ള ആ ഒരു ഫ്രേസ് നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കുക. എന്നിട്ട് ഏതാണ് ആൾ മാറുന്നതിനനുസരിച്ച് ലാംഗ്വേജ് മാറും. ഓക്കെ, റെഡി. അതുപോലെ തന്നെ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദ ഫ്ലാഗ് ഓഫ് ജാപ്പാൻ. ഓക്കെ, നമ്മൾ ഇന്ത്യയാണ്. ദ ഫ്ലാഗ് ഓഫ് ഇന്ത്യ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്താണോ അതിനെപ്പറ്റി നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹിൻസ് തന്നിട്ടുണ്ടായിരിക്കും. അത് യൂസ് ചെയ്യാം. പ്ലസ് ജപ്പാൻ ഈസ് ഫേമസ് ഫോർ മെനി ബിഗ് കമ്പനീസ്. ലൈക്ക് അവിടുത്തെ കമ്പനീസ് ഭയങ്കര ഫേമസ് ആണ്. ചിലപ്പോൾ നമുക്ക് ഇനി തരുന്ന ക്വസ്റ്റ്യനിൽ വേറെ എന്തായിരിക്കും, ചിലപ്പോൾ ഫുഡ് ഐറ്റംസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും തന്നിട്ടുണ്ടാവുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ എഴുതി കൊടുക്കുക. എന്നിട്ട് ആ ഡീറ്റെയിൽസ് കൊടുക്കുക. ടൊയോട്ട, സോണി, ഈ ഒരു സാധനങ്ങൾ കൊടുക്കാം. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ പോപ്പുലർ ഫുഡ് ഐറ്റംസ്. ഇത് പൊതുവേ എല്ലാത്തിലും ചോദിക്കുന്ന ഒരു എല്ലാ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഇതാണ്. ആ പോപ്പുലർ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഓൾറെഡി നമുക്ക് തന്നുള്ള ഹിന്റിലുള്ള യൂസ് ചെയ്യാം. സം ഓഫ് ദ ഫേമസ് പ്ലേസ്. ഓക്കെ, ഇത് എല്ലാത്തിലും ഉണ്ടായിരിക്കും. Some of the famous place in Japan, some of the famous place in India, some of the famous place in Kerala. അങ്ങനെ പറയാൻ പറ്റും. എന്നിട്ട് ലിസ്റ്റിലുള്ളത് കൊടുക്കുക. അവസാനം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം ആഡ് ചെയ്യാം. I love my country very much, thank you. I love my states വെരി മച്ച്, താങ്ക് യു. ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇനി വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടതാ,
കുഞ്ഞിച്ചിരുതയുടെ ഇതുപോലത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിൽ പ്രതീക്ഷിക്കാം ഗൈസ്. ആകെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. ആക്ച്വലി കുഞ്ഞിച്ചിരുത ഗേൾ ഫ്രം കേരളയാണ്. അവൾ ന്യൂജേഴ്സിയിലാണ് പഠിക്കുന്നത്. അവളോട് ഇങ്ങനെ ഒരു ഹോം സ്റ്റേറ്റിനെ പറ്റിയിട്ട്, അതായത് കേരളത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു. അവളൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുക. നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇവിടെ തുടങ്ങിയതുപോലെ, നമ്മുടെ ഹറൂട്ടോ തുടങ്ങിയതുപോലെ ഒരു സെൽഫ് ഇൻട്രോ ആണ് നിങ്ങളോട് തുടങ്ങാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്, കേരളയാണ് സ്റ്റേറ്റ്, ക്യാപിറ്റൽ തിരുവനന്തപുരമാണ്, ലാംഗ്വേജ് മലയാളമാണ്, നമ്മുടെ സ്റ്റേറ്റിന്റെ നിക് നെയിം എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി, അതുപോലെ തന്നെ ഫേമസ് ഫുഡ് ഐറ്റംസ് അപ്പം, പുട്ട്, ഫിഷ് കറി, ബനാന ചിപ്സ്, ഇതൊക്കെയാണ് ഫേമസ് പ്ലേസുകൾ കൊടുത്തിട്ടുണ്ട്. മൂന്നാർ, ആലപ്പുഴ, ഓക്കെ, കൊച്ചി, കോവളം തുടങ്ങിയത് എക്സെട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പ്ലസ് ഫെസ്റ്റിവൽസ് ഓണം, വിഷുക്കാണ് കേരളത്തിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള ആ ഒരു ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. അല്ലാത്ത കുറേ ഫെസ്റ്റിവൽസ് ഉണ്ട് നമ്മൾ കോമൺ ആയിട്ട്. ഓക്കെ, ഏതായാലും ഇത് വെച്ചിട്ട് കുഞ്ഞിച്ചിരുതയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതുപോലെ ധാരാളം ക്യാരക്ടേഴ്സ് നമുക്കുണ്ട്. നമുക്ക് ചിബി ഉണ്ട്. ചിബി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സൂപ്പർ ആയിരിക്കില്ലേ? അതുപോലെ തന്നെ വില്യം ഉണ്ട്. അങ്ങനെ പല ക്യാരക്ടേഴ്സിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷൻ, ഇങ്ങനത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് തരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെ ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ സ്ലൈഡ്സും ഫ്രീ ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് വേണോ? അതിന് നമ്മുടെ കമ്മ്യൂണിറ്റി, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് താഴെ ഈ ലൈവ് കഴിഞ്ഞിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുക, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോരുത്. പിന്നെ നിങ്ങൾക്കൊരു സർപ്രൈസ് സാധനം നാളത്തോട് കൂടിയിട്ട്, ഇന്നത്തോട് കൂടിയിട്ട് ഈ ഒരു ഓഫർ അവസാനിക്കുകയാണ്. ഏത് ഫ്രീഡം ടു എക്സൽ ഓഫർ 10% ഓഫറിൽ നമ്മുടെ അവഞ്ചേഴ്സ് മീൻസ് വജ്ര ബാച്ച്, നമ്മുടെ 6ാം ക്ലാസ്സിന്റെ വജ്ര ബാച്ച് നിങ്ങൾക്ക് ലഭിക്കും. അതുതാ ഇന്നത്തോട് കൂടിയിട്ട് അവസാനിക്കുകയാണ്. ഈ നമ്പറിൽ വിളിച്ചിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്തോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സീറ്റ് ഉറപ്പിച്ചോ, അല്ലെങ്കിൽ ഈ ഒരു കൂപ്പൺ കോഡ് മറന്നു പോകണ്ട. നിങ്ങൾ എന്താക്കിയാൽ മതി, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇപ്പം തന്നെ എന്താക്കാം, ഈ ഒരു കൂപ്പൺ കോഡ് അടിച്ചുകൊണ്ട് പെട്ടെന്ന് ആപ്പിൽ ജോയിൻ ചെയ്യുക. ഓഫർ അവസാനിക്കാൻ പോവാണ്. വജ്രയുടെ ഈ ഒരു 10% ഓഫർ, നമ്മൾ ഫ്രീഡം ടു എക്സൽ ഓഫർ FTE ഓഫർ ആയിരുന്നു. ഇതാ ഇന്നത്തോടു കൂടി അവസാനിക്കും. നാളെ മുതൽ പഴയ ആ ഒരു പ്രൈസ് തന്നെ ആയിരിക്കും. ഈ ഒരു പ്രൈസിലേക്ക് നമ്മൾ എന്താക്കാണ്, മാറാൻ പോവാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഓഫർ ഈസ് ക്ലോസിംഗ് ടുഡേ. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്താക്കാം, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് നോട്ട്സ് കിട്ടും, അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പ് ചാനലുണ്ട്, 6ാം ക്ലാസ്സിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കിയ വാട്സപ്പ് ചാനലാണ്, അതിലും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കിട്ടും. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്ന് വൈകുന്നേരവും നാളെ വൈകുന്നേരവും നിങ്ങൾക്ക് മാരത്തോൺ ലൈവുകൾ, ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ ഗ്രാമേഴ്സും റൈറ്റിംഗ് ഒക്കെ പറയുന്ന മാരത്തോണുകൾ വരുന്നുണ്ട്. സോ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നിങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സാമിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതുമാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. അടിപൊളിയായിട്ട് നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ നേടാം. ഹാപ്പി ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്. യു ക്യാൻ കോൾ മീ JD. കൃത്യം 7 മണിക്കാണ്. ബൈ.